പശുവിനെ ഇവരാരും മാറ്റി കെട്ടിയിട്ടില്ലേ? ഗിരിജ ഇനിയും സ്കൂളിൽ നിന്ന് വന്നില്ല എന്ന് തോന്നുന്നു. ഗിരിജ ഇനി എത്തിയില്ലേ? ഇല്ല, ഇന്ന് വൈകുന്ന് പറഞ്ഞ അവള് പോയത്. സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് ഗിരിജ അവിടത്തെ മാഷന്മാർക്ക് ഇപ്പൊ ക്ലാസ് എടുക്കണ്ടെന്നാ കേട്ടത്. നീ ഈ പുസ്തകം വായിച്ചിരിക്കായിരുന്നു അല്ലേ? ആ പയ്യനെ ഒന്ന് മാറ്റി കെട്ടാർന്നില്ലേ? തെക്കിനി മച്ചിൽ ഉണക്കാനിട്ടിരുന്ന തുണിയെങ്കിലും എടുത്തു വെച്ചോ നീ? ഞാൻ ഇപ്പൊ ഒന്ന് കേറിയതേ ഉള്ളൂ എടുത്തി. ഈ ഇടയെ നിനക്ക് മടി ഇത്തിരി കൂടുന്നുണ്ട്. ഏടത്തേക്ക് തുണി മാറാൻ ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ അവിടെ പോയി മാറ്റിക്കോളാം. എന്താ? എവിടെ? മുറിയിലൊരു കള്ളൻ. അയ്യോ, അങ്ങോട്ട് പോണ്ട. ഞാൻ അയാളെ മുറിയിൽ വെച്ച് പൂട്ടിയിരിക്കുക. എടുത്ത് കണ്ടു. നീ ശരിക്കും കണ്ടു കുട്ടിയെ? കണ്ടു. അയാൾ കയ്യിലൊരു ബൾബും പിടിച്ചിട്ടുണ്ട്. ആസിഡ് ബൾബായിരിക്കും, നക്സലൈറ്റാ. അയാളിൽ തോക്കൊക്കെ കാണും. നിങ്ങൾ ഇങ്ങോട്ട് പോരെ. പോരെ കുട്ടികളെ. നാട്ടുകാരെ ഓടി വരണേ, കള്ളനെ പൂട്ടിയിട്ടിരിക്കുന്നു. എന്താ? നാട്ടുകാരെ ഓടി വരണേ, ഓടി വരണേ നാട്ടുകാരെ, കള്ളനെ പിടിക്കാം. കള്ളനെ പിടിക്കാം. മേളത്തെ മുറിയിലുണ്ട്. ഞാൻ അങ്ങോട്ട് നാളെ കൂട്ടിട്ട് വരാം. എന്നിട്ട് വല്ലവരും കൊന്നോ? ഇല്ല, വേഗം വാ, ആളെ കൂട്ടാം. എടോ, ഇതൊന്ന് തീർത്തിട്ട് പോടോ. ഒന്ന് തീർത്തിട്ട് പോവാൻ. നക്സലൈറ്റ് ആണെങ്കിൽ നമ്മൾ വെറും കൈയോടെ പോയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നാല് ബോണ്ട് എടുത്ത് കയ്യിലേക്കാം. അതേതായാലും ബോംബ് മാതിരി ഉണ്ടല്ലോ. അതല്ലടോ കാക്കേ. ടോമി, നീ ആ ഓമനയുടെ വീട്ടിൽ ചെന്ന് അവിടെ പാറാവ് വെക്കുന്ന പോലീസുകാരുടെ തോക്കുമായിട്ട് വേഗം വരാൻ പറ. നിങ്ങൾ വിട്ടോ, ഞാൻ കടന്നു. ഞാൻ ഇപ്പൊ തന്നെ എത്താം. എടോ, ഒന്ന് വടിച്ചു തീർത്തിട്ട് പോടോ. ഒന്ന് വേഗം ആവട്ടോ. ശങ്കരത്തിന് വടിയിട്ട് എനിക്ക് വടിയൊന്നും വേണ്ട, വെട്ടുവത്തിക്ക് തന്നാൽ മതി. ഒന്ന് പോടോ. നല്ല ബെസ്റ്റ് നാടൻ വട്ടിലെ മുളക. ഇതിട്ട് മുറി പുകച്ച ഏത് വീരപ്പനും പുറത്തെയാണ്. പോകാൻ വരട്ടെ, ആ തോക്കുണ്ടട്ടെ. പോലീസുകാരൻ അവിടെ ഇല്ല. പിന്നെ വരണ വഴിക്കാൻ വെടിക്കാരൻ തൊമ്മിയുടെ വീട്ടിൽ കയറി ഇവിടെ തോക്ക് വാങ്ങി എത്തും. എന്നാ പിന്നെ നമുക്ക് തൊമ്മി വന്നിട്ട് പോകാം. തൊമ്മി വരുന്നവരെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇങ്ങോട്ട് കാത്തിയ. അയ്യോ, ഇത് കള്ളനല്ല, നമ്മുടെ കൃഷി ഓഫീസറാണ്. എല്ലാരും പിരിഞ്ഞു പോകണം. ഇത് നമ്മുടെ പുതിയ കൃഷി ഓഫീസറാണെന്ന്. തൊമ്മി, ആകാശത്തേക്ക് വെടിവെക്ക്. ജനക്കൂട്ടം പിരിഞ്ഞു പോട്ടെ. അല്ല സാറേ, സാറെങ്ങനെ ഇതിനകത്ത് വന്നത്?
എന്നെ ആ പാപ്പിച്ച് പിടിച്ച് ഇതിനകത്തുണ്ടാക്കിയതാ. 3000 രൂപ അയാൾ വാങ്ങിക്കൊണ്ട് പോയി. അതിന് പാപ്പച്ചി എത്തില്ലേ? ഇല്ല, പാപ്പച്ചി ചത്തിട്ടില്ല, ഞാൻ കണ്ടതാ. പാപ്പച്ചി ചത്തിട്ടില്ലേ?